ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ഇരുചക്ര വാഹനങ്ങളുടെ 5 പുതിയ മോഡലുകൾ പുറത്തിറക്കാനൊരുങ്ങി ഹീറോ മോട്ടോർ കോർപ്പ്. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പുതിയ മോഡലുകളുടെ ശ്രേണി പ്രദർശിപ്പിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. എക്സ്പൾസ് 2 ടൺ, കരിസ്മ XMR 250, എക്സ്ട്രീം 250R, ഹീറോ ഡെസ്റ്റിനി 125, ഹീറോ സൂം 125R, സൂം 160 എന്നീ വാഹനങ്ങളാണ് ഹീറോ മോട്ടോർ കോർപ്പ് പുതിയതായി പുറത്തിറക്കുക. ഭാരത് മൊബിലിറ്റി എക്സ്പോയ്ക്ക് ശേഷം ഈ വർഷം തന്നെ വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം. ഹീറോയുടെ എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്ക് ബ്രാൻഡായ എക്സ്പൾസിന്റെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ പതിപ്പാണ് ബൈക്ക് പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഡൽ. പ്രകടനത്തിലും ബോഡിയിലും കാര്യമായ മാറ്റങ്ങളോടെ വരുന്ന എക്സ്പൾസ് 2 ടണ്ണിന് 25 bhp കരുത്തും 20 Nm പീക്ക് ടോർക്കുമുണ്ട്. മുൻഗാമിയേക്കാൾ കൂടുതൽ കരുത്തുറ്റ അപ്ഗ്രേഡുമായാണ് കരിസ്മ XMR 250യുടെ നേക്കഡ് പതിപ്പായാണ് എക്സ്ട്രീം 250R അവതരിപ്പിക്കുക. ഇതോടെ രാജ്യത്തെ ഏറ്റവും മികച്ച 250cc സ്ട്രീറ്റ് ബൈക്കുകളിൽ കടുത്ത മത്സരമാകും ഉടലെടുക്കുക. ഹീറോയുടെ ആദ്യത്തെ ആധുനിക റെട്രോ ലുക്കിംഗ് സ്കൂട്ടർ എന്ന വിശേഷണവുമായാണ് ഡെസ്റ്റിനി 125ന്റെ രംഗപ്രവേശം. ഇതേ ശ്രേണിയിലുള്ള സ്കൂട്ടർ എതിരാളികളെക്കാൾ വൻ വില കുറവാകും സ്കൂട്ടറിനെന്നാണ് സൂചന. 125, 160cc-കളിലുള്ള സൂം മോഡൽ സ്കൂട്ടറുകളാണ് ഈ വർഷം വിപണിയിലേക്ക് എത്താൻ സാധ്യതയുള്ള മറ്റൊരു മോഡൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതിയിൽ ആപ്പിളിന് വൻ നേട്ടം. 2024 കയറ്റുമതി 1 ലക്ഷം കോടി രൂപ കവിഞ്ഞു. നിലവിൽ ആപ്പിളിന്റെ 5ാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ. കയറ്റുമതിയിൽ 42% വർധനയാണ് പോയ വർഷം രേഖപ്പെടുത്തിയത്. ആഭ്യന്തര ഉൽപ്പാദനത്തിലും 46% ഗണ്യമായ വർധന രേഖപ്പെടുത്തി. ഇത് കയറ്റുമതി 1.08 ലക്ഷം കോടി രൂപയിലെത്തിക്കാൻ സഹായകമായി. ആപ്പിളിന്റെ നേട്ടം സമാനതകളില്ലാത്തതാണെന്നും ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്ന കയറ്റുമതിക്ക് ഒരു വർഷത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ലെന്നും കമ്പനി അറിയിച്ചു. ചില്ലറ വിൽപ്പനയിൽ വില 60% കൂടുതലാണെങ്കിലും PLI സ്കീമിന് കീഴിൽ സർക്കാർ ഇൻസെന്റീവുകൾ നൽകുന്നുണ്ട്. രാജ്യത്ത് വിതരണക്കാരുടെ അടിത്തറ വിപുലമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് കമ്പനി. ഇതേ നില തുടർന്നാൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ $30 ബില്യൺ വാർഷിക ഉൽപ്പാദനം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഐഫോൺ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യയുടെ പങ്കിപ്പോൾ 14%. ഇത് 26%-ലേറെയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൈബർ കുറ്റവാളികളെ തുരത്തി കേന്ദ്ര സർക്കാരിന്റെ ഏകോപിത സംവിധാനമായ സസ്പെക്ട് രജിസ്ട്രി. കഴിഞ്ഞ 3 മാസത്തിനിടെ 1800 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതുവഴി തടയാനായത്. സസ്പെക്ട് രജിസ്ട്രിയിലൂടെ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നിരസിച്ചത് 6 ലക്ഷത്തോളം വഞ്ചനാപരമായ ഇടപാടുകളെന്ന് റിപ്പോർട്ട്. 1800 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതിലൂടെ തടയാനായത്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ അടിസ്ഥാനമാക്കി സൃഷ്ടിച്ച രജിസ്ട്രിയിൽ സാമ്പത്തിക തട്ടിപ്പുമായും വിവിധ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട 1.4 ദശലക്ഷം സൈബർ കുറ്റവാളികളുടെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 10-നാണ് ഓൺലൈൻ സസ്പെക്ട് രജിസ്ട്രി പുറത്തിറക്കിയത്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടിയാണ് രജിസ്ട്രി വികസിപ്പിച്ചിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ഏകീകൃത വിവരങ്ങൾ അടങ്ങിയ ഒരു കേന്ദ്രതല ഡാറ്റാബേസായാണ് രജിസ്ട്രിയുടെ പ്രവർത്തനം. അടുത്തിടെ റിസർവ് ബാങ്ക് രാജ്യത്തെ എല്ലാ ബാങ്കുകളോടും സംരംഭത്തിന്റെ ഭാഗമാകാനും സസ്പെക്ട് രജിസ്ട്രി അവരുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജിയോ ഫൈബർ, എയർ ഫൈബർ ഉപഭോക്താക്കൾക്ക് 2 വർഷത്തെ സൗജന്യ യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ പ്രഖ്യാപിച്ച റിലയൻസ് ജിയോ. പരസ്യങ്ങളില്ലാതെ യൂട്യൂബ് കാണാനാകുന്ന സംവിധാനമാണ് യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ. 888 രൂപ മുതൽ 3499 രൂപ വരെയുള്ള പോസ്റ്റ്പെയ്ഡ് ബ്രോഡ്ബാൻഡ് പ്ലാനുകളുള്ളവർക്കാണ് ജിയോയുടെ പുതിയ ഓഫർ ലഭ്യമാവുക. 888 രൂപ മുതൽ 3499 രൂപ വരെയുള്ള വിവിധ പാക്കേജുകൾ റീചാർജ് ചെയ്യുന്നവർക്ക് യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ലഭ്യമാവും. ഇതിലേതെങ്കിലും പ്ലാൻ തിരഞ്ഞെടുത്ത ശേഷം മൈ ജിയോ അക്കൗണ്ടിൽ കയറി യൂട്യൂബ് പ്രീമിയം ബാനറിൽ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം യൂട്യൂബ് അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്താൽ 2 വർഷത്തേക്ക് ജിയോ ഫൈബറിലും എയർ ഫൈബറിലും യൂട്യൂബ് പ്രീമിയം സൗജന്യമായി ആസ്വദിക്കാം. പരസ്യങ്ങളില്ലാതെ യൂട്യൂബ് വീഡിയോ കാണാമെന്നതാണ് പ്രീമിയം സബ്സ്ക്രിപ്ഷന്റെ ഏറ്റവും വലിയ നേട്ടം. ഇതിനു പുറമെ ഓഫ്ലൈൻ കാഴ്ചകൾക്കായി വീഡിയോ ഡൗൺലോഡ് സൗകര്യം, സ്ക്രീൻ മിനിമൈസ് ചെയ്തുകൊണ്ട് കാണാനുള്ള ബാക്ക്ഗ്രൗണ്ട് പ്ലേ സംവിധാനം, യൂട്യൂബ് മ്യൂസിക് പ്രീമിയത്തിലേക്കുള്ള പ്രവേശനം എന്നിവ യൂട്യൂബ് പ്രീമിയം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഫീച്ചറുകളാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനത്ത് ടിക്കറ്റ് കിട്ടാതായതോടെ 2ാമത്തെ വന്ദേ ഭാരത് ട്രെയിനിലും സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നു.
തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി മംഗളൂരുവിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന ട്രെയിനിലാണ് കോച്ചുകൾ ഇരട്ടിയാക്കുന്നത്. കോട്ടയം വഴി ഓടുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിൽ കോച്ചുകളുടെ എണ്ണം 16 നിന്ന് 20 ഉയർത്തിയിരുന്നു. ജനുവരി 11 ആദ്യ സർവീസിൽ തന്നെ 100% ബുക്കിംഗ് ആണ് ലഭിച്ചത്. ഇതിനു പിന്നാലെ ആലപ്പുഴ വഴി പോകുന്ന വന്ദേ ഭാരതിലും കോച്ചുകളുടെ എണ്ണം കൂട്ടാൻ ഒരുങ്ങുകയാണ് അധികൃതർ. നിലവിൽ 8 എണ്ണം മാത്രമാണ് കോച്ചുകൾ. ഇവ 16ലേക്ക് വർദ്ധിക്കും. എണ്ണത്തിൽ ഇരട്ടി വർധനയാണ് തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിൽ ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലെ യാത്രക്കാരിൽ നിന്ന് വന്ദേ ഭാരതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജനപ്രീതി മൂലമാണ് കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നതെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം എന്നു മുതലാണ് മാറ്റമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ 512 സീറ്റുകൾ എന്നത് 1024 സീറ്റുകളായി വർദ്ധിക്കും. രാവിലെ 6:25 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ആലപ്പുഴ വഴി വൈകിട്ട് 3:05 തിരുവനന്തപുരത്ത് എത്തുക. 4:05 തിരുവനന്തപുരത്ത് നിന്നും മടങ്ങി രാത്രി 12:40 മംഗളൂരുവിൽ എത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.